സിദ്ദിഖ് എവിടെയാണ് സിദ്ദിഖ്? ഉന്നതരുടെ തണലിൽ ഒളിച്ചു താമസിക്കുകയാണ് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമൊക്കെ സമർപ്പിച്ചിരിക്കുന്നത്. കാരണം ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ഇത് തള്ളിക്കളഞ്ഞു. അതിന് പിന്നാലെ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി. എന്നാൽ സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഉന്നതരുടെ ബന്ധം സിദ്ദിഖിന് ആശ്രയമായിട്ട് തീരുകയാണ്, അതാണ് അദ്ദേഹത്തെ ഇങ്ങനെ സംരക്ഷിച്ച് നിലവിൽ നിർത്തുന്നത് എന്നാണ്. ഇപ്പൊ സർക്കാർ തന്നെ സമ്മതിച്ചു ഉന്നതരുടെ ബന്ധം സിദ്ദിഖിനുണ്ട് എന്നുള്ളത്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഏതോ ഒരു മാധ്യമം പുറത്തുവിട്ട വാർത്തയാണ്, സിദ്ദിഖ് കൊച്ചിയിലെ ബന്ധുവിന്റെ വീട്ടിലുണ്ട്, അവിടെ കാർ കണ്ടെത്തിയിട്ടുണ്ട്. സിദ്ദിഖിന്റെ ആലുവയിലെയും പടമുകളിലെയും വീട്ടിൽ കാറ് ഉണ്ട്. അപ്പോൾ പോലീസ് കൃത്യമായ പരിശോധന നടത്തും. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിൻ്റെ സൂചന കിട്ടി. എനിക്ക് തോന്നുന്നു മറ്റു മാധ്യമങ്ങളിലൊന്നും ഞാനത് കണ്ടില്ല. ബ്രേക്കിംഗ് ആയിട്ടൊരു മാധ്യമം പുറത്തുവിട്ടതാണ്. വല്ലാത്ത ശബ്ദം, അവരുടെ പുതിയ ടെക്നോളജി ആണെന്ന് തോന്നുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. മറ്റേ ആംബുലൻസൊക്കെ ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ബീപ് സൗണ്ട് ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മൾ നെഞ്ചു കൈ ഭഗവാനെ ആരായാലും രക്ഷപ്പെടണേ എന്ന് ആ ഒരു തരത്തിലായിരുന്നു. എന്തായാലും അത് അവരുടെ ടെക്നോളജിയാണ്, നിർത്താതെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ നേരത്തെ ഈ സിനിമയിലുള്ള ഒരു സർക്കാരുമായി ബന്ധമുള്ള ഒരു മെഗാ സ്റ്റാറിന് സിദ്ദിഖുമായി നല്ല അടുപ്പമാണ്. പേര് പറയാതെ തന്നെ ആളുകൾക്കറിയില്ല. പേര് പറഞ്ഞിട്ട് നാളെ എനിക്കെതിരെ മെഗാസ്റ്റാർ മാനനഷ്ട കേസൊന്നും കൊടുക്കണ്ട, മെഗാസ്റ്റാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് സിദ്ദിഖുമായി വളരെ നല്ല ബന്ധമാണുള്ളത്. ദിലീപുമായി വളരെ നല്ല ബന്ധമുണ്ട്. ഈ ദിലീപുമായി സിദ്ദിഖിന് നല്ല ബന്ധമുണ്ട് എന്ന് കരുതി സിദ്ദിഖിനെ ദിലീപ് ഒളിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ദിലീപ് ഇപ്പോൾ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയാണ്. ഇപ്പോൾ അടുത്ത മാസം ദിലീപിൻ്റെ കേസ്, നടിയെ ആക്രമിക്കുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റവും അവസാനത്തെ വിചാരണയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വിധി വരാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സിദ്ദിഖിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള സഹായം ചെയ്തുകൊണ്ട് ദിലീപ് സ്വയം പണിയേറ്റുമാകുമെന്ന് ഞാൻ വിശ്വസിക്കും. സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടയാനായി പോലീസ് വിചാരിച്ചാൽ സിദ്ദിഖ് എവിടെ ഉണ്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. പോലീസ് അതിൻ്റെ പിന്നാലെ പോകാത്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവറിൻ്റെ വാർത്താ സമ്മേളനം, ഇന്നലെ നെഹ്റു ട്രോഫി വള്ളംകളി, ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചാനലുകൾക്ക് ആഘോഷിക്കാൻ ചാകരകളായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. അത്യാവശ്യം ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ തലവനെ കൊന്നതുമൊക്കെ കരയാനും ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ മാധ്യമങ്ങളിൽ വാർത്തകളുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമല്ലോ, റേറ്റിംഗ് ഒരു പ്രധാന വിഷയമാണല്ലോ. അപ്പോൾ അത്തരം ശബ്ദങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താണ് എന്ന ആളുകൾ, ഇപ്പോൾ ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് നെഞ്ചു കൈ വെച്ചു ഭഗവാനെ ആരായാലും രക്ഷപ്പെടണമെന്ന്. കാരണം എൻ്റെ ചിന്ത മുഴുവൻ ആംബുലൻസിൽ ആരെ കൊണ്ടുപോകുന്നുണ്ട്, അവരെ ജീവൻ രക്ഷിക്കണേ എന്നുള്ളതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ബ്രേക്കിംഗ് സൂചന കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് പോലീസ് അറിഞ്ഞോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പറഞ്ഞാൽ പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടോ ആവോ? ഇന്ന് ഞായറാഴ്ചയാണ്, ആ പാവങ്ങൾ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ അറിയില്ല. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ്. അപ്പോൾ അവരിപ്പോൾ ഒരു വീട്ടിൽ അതിക്രമിച്ചപ്പോൾ ബന്ധുവിൻ്റെ വീട്ടിലുണ്ട് എന്ന് സൂചന കിട്ടിയെന്നും പറഞ്ഞിട്ട് കുറേ പോലീസുകാർ അങ്ങോട്ട് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി സിദ്ദിഖിനെ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ AK-47 വെച്ച് അങ്ങ് നിൽക്കുക, സിദ്ദിഖിനെ ഇപ്പോൾ കീഴടക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാം. ഈ നാളത്തെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതി ജാമ്യം തള്ളുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏറ്റവും പ്രഗത്ഭരായ വക്കീലന്മാരാണ് സിദ്ദിഖിന് വേണ്ടി വാദിക്കാൻ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ സൂചന കിട്ടിയാലും അവിടെ ഇല്ല എന്ന് പോലീസ് പറഞ്ഞാൽ ഇപ്പോൾ പോലീസിൻ്റെ FIR കൃത്യമായി തെളിവുകളോടെയാണ് കോടതിയിൽ കാര്യങ്ങൾ സമർപ്പിച്ചത്. അതുകൊണ്ടാണ് സിദ്ദിഖിന് ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചത്. ഇപ്പോൾ നാളെ സുപ്രീം കോടതിയിൽ ചെല്ലുന്ന, അത് മാത്രമല്ല ഈ ഇര പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഈ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് നൽകിയിരുന്നു. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ അതെല്ലാം തെറ്റല്ല, അതെല്ലാം ശരിയായിരുന്നു. സിദ്ദിഖ് ആ സമയത്ത് അവിടെ പോയിരുന്നു. ഈ പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ഈ ഇരയുമായി സിദ്ദിഖിന് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ബന്ധം ഉദ്ദേശിച്ചത് ആ സ്ത്രീക്ക് സമ്മതത്തോടെയുള്ള ബന്ധമല്ല, സിദ്ദിഖ് അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്നുള്ള ഒരു രീതി കോടതിക്കും കൂടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഒരു ജാമ്യം തള്ളിയത്. തള്ളിക്കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു മാധ്യമം ഇട്ടേക്കുന്ന കണ്ടു സിദ്ദിഖ് കേരളം വിട്ടു കർണാടകയിലേക്ക് പോയി, ഇന്ത്യ വിട്ടു.
ഞാൻ അവസാനം ഗതികെട്ട് ഒരു ദിവസം ഞാനൊരു തമ്പ് കൊടുത്തു സിദ്ദിഖ് ഉഗാണ്ടയിലാണെന്ന്. ഇനി മറ്റ് രാജ്യങ്ങളിലൊക്കെ തീർന്നു. അപ്പോൾ ഇനി ഉഗാണ്ടയിൽ, ഇനി ബാക്കിയുള്ളത് ഉഗാണ്ട മാത്രമാണ്. അപ്പോൾ ഇനി ഉഗാണ്ടയിലേ ചെന്ന് കയറാനുള്ളൂ. ബാക്കി അത്രയും മാധ്യമങ്ങൾ പറഞ്ഞ് സിദ്ദിഖിനെ സുകുമാരക്കുറുപ്പാക്കി വെച്ചു. കാരണം ഇത്രയും നാൾ പിടികിട്ടാ പുള്ളി എനിക്ക് തോന്നുന്നു ജസ്നെയും സുകുമാരക്കുറുപ്പുമാണ്. ബാക്കി പോയവരെയൊക്കെ അത്യാവശ്യം എവിടെയാണെങ്കിലും ഇപ്പോൾ നിമിഷ ഫാത്തിമയൊക്കെ പോയപ്പോൾ സിറിയയിൽ നിന്നൊക്കെ വരെ അറിയാൻ സാധിച്ചു. ജസ്ന പോയത് എവിടെയാണെന്ന് ഇപ്പം അറിയാമെങ്കിൽ പോലും അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ചില മത തീവ്രവാദികളുടെ കയ്യിലാണ് ജസ്ന എന്നൊക്കെ പറയുന്നത്. എത്രത്തോളം വാസ്തവമുണ്ട് ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖ് ഇപ്പോൾ കേരളത്തിലെ സുകുമാരക്കുറുപ്പാണ്. കാരണം സിദ്ദിഖ് എവിടെയാണ്, എവിടെ ഇങ്ങോട്ട് പോയി, ജീവിച്ചിരിപ്പുണ്ടോ അതോ സിദ്ദിഖിനെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയോ എന്നൊക്കെയുള്ളൊരു നമുക്ക് തന്നെ ചർച്ച ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് സിദ്ദിഖ് ഒളിത്താവളങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. സിദ്ദിഖ് എനിക്ക് തോന്നുന്നില്ല ഇന്ന് പോലീസിൽ, നാളെ ഇനി ജാമ്യം നിഷേധിക്കുമെന്ന് വക്കീലന്മാരാരെങ്കിലും ഉറപ്പ് നൽകിയത് കൊണ്ട് ഇന്ന് അറസ്റ്റ് അങ്ങ് വരിച്ചേക്കാം എന്ന് കരുതി ഇനി രംഗപ്രവേശനം ചെയ്യുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. സിദ്ദിഖ് നാളത്തെ ജാമ്യം കോടതി നാളെ പരിഗണിക്കും, സുപ്രീം കോടതി. അതിനുശേഷം ജാമ്യം കിട്ടിയാൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യില്ല. അപ്പോൾ പോലീസിന് വേണമെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ മതി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഇപ്പോൾ ദിലീപിൻ്റെ കേസൊക്കെ വന്നപ്പോൾ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ തള്ളുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് പോലീസുകാർ 10 മണിക്കോ 11 മണിക്കോ കോടതിയിലെ വാദം നടക്കുമ്പോൾ പോലീസുകാർ 7 മണിക്ക് ദിലീപിൻ്റെ ആലുവയിലെ വീട്ടിൽ തമ്പടിച്ച് നിൽപ്പായിരുന്നു. ദിലീപ് ഏതെങ്കിലും വഴി മുങ്ങുമോ എന്ന് വെച്ചു. പക്ഷേ ദിലീപിന് ജാമ്യം കിട്ടി. സിദ്ദിഖിൻ്റെ വീടിൻ്റെ മുന്നിൽ തമ്പടിച്ച് നിൽക്കുന്നതും സിദ്ദിഖിന് വേണ്ടി അഹോരാത്രം കണ്ടുപിടിക്കാൻ ഓടുന്നതും ദിലീപിനെ കശാപ്പ് ചെയ്തതുപോലെ അല്ലെങ്കിൽ ദിലീപിനെ വ്യക്തിഹത്യ ചെയ്തതുപോലെ എന്ന് സിദ്ദിഖിൻ്റെ പുറകെ ആരും പോകുന്നതൊന്നും ഇവിടെ ആരും കണ്ടില്ല. ഞായറാഴ്ചയായിട്ട് വാർത്തകളൊന്നുമില്ല, എന്നാൽ പിന്നെ സിദ്ദിഖിനെ വാർത്തയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് സിദ്ദിഖ് ഒരു ഏത് ബന്ധുവിൻ്റെ വീട്ടിൽ, ആലുവയിൽ എവിടെയാണ്, ഏത് ബന്ധുവിൻ്റെ വീട്ടിലാണ് വാർത്ത നൽകുന്നവർ അതും കൂടെ നൽകണ്ടേ? പോലീസിന് ഈ ഒരു സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കാരണം നാളെ ഇപ്പം സിദ്ദിഖിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെ പോലീസ് അതായത് സിദ്ദിഖ് ഉന്നതരുടെ താവളത്തിൽ കൊച്ചിയിലുണ്ട് എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കും. അതോടൊപ്പം സർക്കാർ ഈ സത്യവാങ്മൂലവും കോടതിയെ ധരിപ്പിക്കുന്നത് നാളെയായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉന്നതരുടെ തണലിൽ സിദ്ദിഖ് ഒളിക്കുന്നുണ്ടെന്ന് പറയുന്നത്, ആ ഉന്നതരുടെ അടുത്തെത്താൻ പോലും പോലീസ് വഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഏത് ഉന്നതരുടെ ഒളിത്താവളത്തിലാണ് സിദ്ദിഖ് ഉള്ളത്? പോലീസിന് പോലും എത്താൻ ഭയക്കുന്ന ഏത് ഉന്നതരുടെ ഒളിത്താവളത്തിലാണ് സിദ്ദിഖ് ഉള്ളത്? അത് പറയേണ്ടത് സർക്കാരല്ലേ? പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെ സർക്കാർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം വലിയ സമ്മർദ്ദമുണ്ട് സാഹചര്യത്തിൽ. എന്തുകൊണ്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നില്ല വലിയ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന്റെ ഇടയിലാണ് ഇത്തരം സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടി പോലീസിനുണ്ട്. അല്ല, പോലീസിന് ഇത്രയും സമ്മർദ്ദമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ സിദ്ദിഖിന് പോലീസ് അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കാൾ എത്ര കൂടുതലാണ് ആ പെൺകുട്ടി അനുഭവിച്ചത്. 22ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി അതിക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഇപ്പോൾ കോടതി സൂചിപ്പിച്ചതുപോലെ അവയവം കടത്തിയുള്ള ഒരു ബന്ധം മാത്രമല്ല ലൈംഗിക പീഡനം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ മാനസികമായും ശാരീരികമായും തളർത്തുന്നത്, മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്നത്, അവിടെ മുന്നിൽ വച്ച് അവൾക്ക് ഏറ്റവും അരോചകരമായ പ്രവർത്തികൾ ചെയ്യുന്നത്, ഇതൊക്കെ ബലാത്സംഗത്തിൽ പെടുന്നതാണ്. എനിക്ക് തോന്നുന്നു 376, 506 വകുപ്പുകൾ ചുമത്തിയാണ് സിദ്ദിഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഗുരുതരമായ കോടതി തന്നെ ചോദിച്ചു, നിങ്ങൾ ഇരയുടെ മുൻകാല ചരിത്രമൊന്നും തിരയാൻ നിങ്ങൾ നിൽക്കണ്ട. ഇരയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലും, ഇപ്പോൾ ആ ഇര ചൈനയിൽ ഏതോ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് കൂടെയുള്ള സഹപാഠികളുടെ നഗ്ന ഫോട്ടോസ് എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ സമയത്ത് പരാതി വരുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കാം. ഇപ്പോൾ ഇരയുടെ കാര്യങ്ങൾ, ഇരയുടെ സ്വഭാവശുദ്ധിയൊന്നും നിങ്ങൾ അന്വേഷിക്കാൻ പോകണ്ട. നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും ക്രൂരമായതും കുറ്റകൃത്യം അടങ്ങുന്നതുമാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായി നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യ ഹർജി തള്ളുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്തായാലും നാളത്തേക്ക് നമുക്ക് നോക്കിയിരിക്കാം. നാളെ ഒരു വലിയ വാർത്താദിനം തന്നെയാണ്. തീർച്ചയായിട്ടും നാളെ വാർത്താദിനം എന്ന് പറയുന്നത് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സിദ്ദിഖിൻ്റെ കാര്യത്തിൻ്റെ ഇടയിൽ അതും പറയണമല്ലോ, അത് യുദ്ധമാണല്ലോ അവിടെ നടക്കുന്നത്. ഇവിടെ പീഡനമാണെങ്കിൽ അവിടെ യുദ്ധം, ഇവിടെ പാല് കാച്ചാണെങ്കിൽ അവിടെ
എന്താ പറയാ, എന്തായിരുന്നു ശ്രീനിവാസന്റെ ഡയലോഗ്, അതും മറന്നുപോയി. ഇവിടെ കല്യാണം അവിടെ പാല് കാച്ചി. അപ്പൊ അതുപോലെ ഇനി ഹൂത്തികൾ എന്താണ് ഇസ്രായേലിനെതിരെ ഒരുക്കുന്ന തന്ത്രം എന്ന് ഇസ്രായേൽ എന്താണ് അവർക്കെതിരെ ഒരുക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ അത് പോയിട്ട് സിദ്ദിഖിന്റെ ജാമ്യ ഹർജി, അങ്ങനെ ഒരുപാട് വാർത്താ ദിനങ്ങൾ നാളെ, ഒരുപാട് വാർത്തകൾ നാളെ കൈകാര്യം ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളൊക്കെ ആഹാരമൊക്കെ കഴിച്ചിട്ടൊന്ന് വിശ്രമിക്കുന്ന, ജോലിക്ക് ഒരു ദിവസത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കാൻ കിട്ടാം. മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണല്ലോ വിശ്രമമില്ലാത്തത്. അപ്പോൾ ആ ദിവസം വാർത്തകൾക്ക് ലീവില്ല, മാധ്യമപ്രവർത്തകർക്ക് ലീവില്ല. അപ്പോൾ വാർത്തകൾ ചെയ്തേ മതിയാവും. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ഒരു ജോലിയുമല്ല, നമുക്കൊരു ജോലിയായിട്ട് കണക്കാക്കാനും കഴിയില്ല. ഏത് പാതിരാത്രി വാർത്തയുമായി ബന്ധപ്പെട്ട പാതിരാത്രി തിരക്കൊക്കെ എന്ത് വാർത്തയിരിക്കുന്നതെന്ന് ചോദിക്കാം. സിദ്ദിഖിനെ പാതിരാത്രി 1 മണിക്കാണ് കിട്ടിയെങ്കിൽ നമുക്ക് ആ 1 മണിക്ക് വാർത്തയാണത്. അപ്പോൾ തീർച്ചയായിട്ടും സിദ്ദിഖ് മാളത്തിൽ ഒളിക്കാതെ പുറത്തു വരട്ടെ. സിദ്ദിഖിനെ രക്ഷിക്കുന്ന ഉന്നതന്മാർ ആരൊക്കെയാണ്, സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് നമുക്ക് കരുതാം. ജാമ്യം നിഷേധിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കും. നിഷേധിക്കട്ടെ. അതെ.